ഞങ്ങളൊന്ന് ഹുദനെയും കൊണ്ടൊന്ന് പുറത്തിറങ്ങിയതായിരുന്നു. ഞങ്ങൾ ഡാമിലേക്ക്, കാരാപ്പുഴ ഡാമിലേക്ക് വന്നതാണ്. ഇവിടെ വന്ന് നോക്കുമ്പോൾ എൻ്റെ കുടുംബത്തിൽപ്പെട്ട 3 ആൾക്കാരെ, 3 ജില്ലകളിലുള്ള ആൾക്കാരെ ഇവിടുന്ന് പരിചയപ്പെട്ടോട് വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് ഈ വീഡിയോയിൽ ആ 3 കൂട്ടരെ എല്ലാവരും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയുള്ള എല്ലാ കാഴ്ചകളും ഞങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. ഹൈ കൂട്ടുകാര്, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് കൃഷിയല്ല, വിളവെടുപ്പുമല്ല, പൂക്കളെ കാണിക്കൊന്നുമല്ല കേട്ടോ. ഇന്ന് ഞങ്ങൾ ഹുദനെയും കൊണ്ട് ഒരു ഔട്ടിങ്ങാണ്. മോൻ ഇവിടെ ഇല്ലല്ലോ, ഇപ്പം ഹുദൻ്റെ സമയം ഇപ്പം അങ്ങനെയാണല്ലോ. ഒന്ന് ദിവസം ഇങ്ങനെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയല്ലേ സമയമാകുന്നവരെയും. അപ്പം ഇന്ന് ഞങ്ങൾ രണ്ടാളും കൂടെ ഒന്ന് ഔട്ടിങ്, ഒരു ശുദ്ധവായു ഒക്കെ ശ്വസിക്കട്ടെ, ഒന്ന് പുറത്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ എനിക്ക് കുറേ പണികൾ എടുക്കണം. രാവിലെ തന്നെ അടിച്ചു വാരണം, ഭക്ഷണം ഉണ്ടാക്കണം, പാത്രം അല്ല പൂക്കളൊക്കെ ചെടികളെ മൊത്തം നനയ്ക്കണം. മൊത്തം പണികളാണ് രാവിലെ, തിരക്ക് പിടിച്ച പണികളാണ്. പിന്നെ ഞാൻ വിചാരിച്ച് ഫുഡ് കൊണ്ടുപോകാമെന്ന്. പാക്ക് ചെയ്തിട്ട് ഹോട്ടലിൽ എനിക്ക് കഴിക്കാൻ കഴിയുന്നേയില്ല. ഉദക്കാണെങ്കിൽ ഹോട്ടലിലെ സ്മെല്ലും പറ്റുന്നില്ല. അപ്പം കുറേ ചോറൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം. അങ്ങനെ തിരക്ക് പിടിച്ച പണികളാണ്. എല്ലാ പണികളും നിങ്ങളെ കാണിക്കാം കേട്ടോ. പോകുന്നതെല്ലാം നവീൻ. ചോറിടട്ടെ, ഹോട്ടലിൽ പോണ്ടല്ലോ. സാമ്പാർ വെച്ചതിൻ്റെ മണം കൊണ്ട് ഞാൻ രാവിലെ കഴിച്ചാൽ എന്താണെന്നറിയോ? ചോറാ. ഈ തിരക്ക് പിടിച്ച സമയത്ത് ചോറും പാത്രം ഒന്നും കാണുന്നല്ലോ കേട്ടോ. ഉപ്പേരി കൊണ്ടുപോകാൻ എവിടെ പോവുകയാണെങ്കിൽ അങ്ങനെയാ, ഒരു പാത്രവും കാണൂല. നിങ്ങൾക്കുണ്ട് അങ്ങനെ? കുറച്ച് മിച്ചറെടുത്ത് എന്തിനാ അറിയോ? എനിക്ക് കാപ്പിക്ക് അതൊക്കെ വേണ്ടത്. ഒക്കെ പാക്ക് ചെയ്തു ഇറങ്ങാൻ നോക്കുക. എന്തൊക്കെയോ രാവിലെ തിരക്ക് പിടിച്ച പണിയെല്ലാം എടുത്ത് കഴിഞ്ഞു. ഇനി ഇറങ്ങട്ടെ, എല്ലാം കാണിച്ചു തരാട്ടോ. ഓക്കെ ബൈ. 5-ാം മൈലെത്തി ഞങ്ങളെ ടൗണ്. ഞങ്ങളെ ടൗണിൽ നിന്ന് 2ആയിട്ട് അങ്ങോട്ടും തിരിയുന്ന റോഡുണ്ട്. വലത് ഭാഗത്തേക്കാണെങ്കിൽ കോഴിക്കോട്, ഇടത് ഭാഗത്തേക്കുള്ള റോഡാണെങ്കിൽ മാനന്തവാടി. ഞങ്ങൾ ഹുദ വീട്ടിലില്ല, ഹുദൻ്റെ വീട്ടിലാണുള്ളത്. അപ്പം അങ്ങോട്ടേക്ക് ഹുദനെ കൂട്ടാൻ പോവുക. ഗാന്ധി പാർക്ക് എത്തി, മാനന്തവാടി. പുറത്തിറങ്ങിയ സ്ഥിതിക്ക് ഒന്ന് ചെക്ക് ചെയ്യട്ടെ, ചെക്കപ്പിന് കയറിയതാ. ഈ പൂവിൻ്റെ പേരറിയോ? യെസ്റ്റർഡേ, ടുഡേ, ടുമോറോ. ഒരു ദിവസം ഒരു കളറ്, 2-ാം ദിവസം ഒരു കളറ്, ഇന്നലെ വേറെ കളറായി. അങ്ങനെ ഹുദനെയും കൊണ്ട് ഞങ്ങൾ നേരെ വന്നത് കാരാപ്പുഴ ഡാമിലേക്കാണ്. ടിക്കറ്റ് എടുക്കുക. ഞങ്ങളെ കൂടെ ഹുദ മാത്രമല്ല കേട്ടോ, ഒരാളും കൂടെ ഉണ്ട്. ഇതാ ഹുദൻ്റെ ഉമ്മയാ. ഹുദ ഉള്ളത് കൊണ്ട് ഹുദൻ്റെ ഉമ്മയും കൂടെ വന്നതാ. അപ്പം അങ്ങനെയാണല്ലോ ഹുദൻ്റെ സമയം. കാരാപ്പുഴ ഡാമിൽ കാണാൻ മാത്രമുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. മരങ്ങൾ, ചെടികളുണ്ട്, പൂക്കളുണ്ട്, നല്ലൊരു കാലാവസ്ഥ, പുഴ, ഡാം എല്ലാം ഉണ്ട്. ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 50 രൂപ. ഞങ്ങൾ 4 പേരുണ്ട്, 200 രൂപ. അങ്ങനെ ഞങ്ങൾ ഗേറ്റും കിടന്ന് അകത്തോട്ട് പോവുക. എല്ലാം ഞങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഗേറ്റ്. നമ്മളിപ്പം കാരാപ്പുഴ ഡാമിലേക്കാണല്ലോ വന്നത് കാണാൻ. എന്താ ഒറിജിനൽ കാരാപ്പുഴ അതാ, വെള്ളം കെട്ടി നിൽക്കുന്ന ഡാം. അങ്ങോട്ട് പോയിട്ടില്ല. അവിടെ വെള്ളം കെട്ടി നിൽക്കുന്നത് കണ്ടോ? പ്രിയപ്പെട്ടവരെ, വയനാട്ടിലെ പ്രകൃതി ഭംഗിയൊന്ന് നോക്കി. ഇതിൻ്റെ കുന്നും മലകളും പച്ചിപ്പും തണുപ്പും കുളിർ കാറ്റും. ഇവിടെ വന്നാൽ പിന്നെ നിങ്ങൾ വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. നല്ല രസം. ഇത് അടിപൊളിയാ. നോക്ക്, അവിടെ വേറൊരു പൂക്കള്, ഇവിടെ വേറൊരു പൂക്കള്, മൊത്തത്തിൽ ഭംഗി. ഇതൊക്കെ എന്ത് രസാ കാണാൻ. അടിപൊളി. എൻ്റെ ബാക്ക് കാണിച്ചു തരാം. ഞങ്ങളിങ്ങനെ കാരാപ്പുഴയിൽ ഇങ്ങനെ ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ ആസ്വദിക്കാൻ മാത്രം ഉണ്ട് താനും ഹുദയും ഞാനും. എവിടെ തിരിഞ്ഞ് നോക്കിയാലും പൂക്കൾ ഭംഗിയുള്ള, അല്ലെങ്കിൽ പൂക്കളെ കൊണ്ട് ഓരോ ആകൃതി ഉണ്ടാക്കി വെച്ച്, പച്ച ചെടികളെ കൊണ്ട് മൃഗങ്ങൾ ഉണ്ടാക്കി വെച്ചത്, മൊത്തം
മൊത്തത്തിൽ ഭംഗിട്ടോ. ഈ കാരാപ്പുഴ കാണാത്തവരാണെങ്കിൽ ഒന്ന് വന്ന് കാണണേ, കാണാൻ മാത്രമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ നടന്നു വരുമ്പോ എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവര് ഇവിടെ വെച്ച് പരിചയപ്പെട്ടു കേട്ടോ. എന്നെ കണ്ടവൻ ചോദിക്കുക റുക്കിയാസ് വേൾഡ് അല്ലേ എന്നുള്ളത്. ഇതാ ഒരു പേരാമ്പ്ര അല്ലേ, മേപ്പയ്യൂര്. രാവിലെ വന്നതാ ഇവരെല്ലാവരും ആരൊക്കെയാണ് കുടുംബക്കാര്. അങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോ എന്നെ ഇങ്ങനെ പരിചയമുള്ളവർ വരുന്നുണ്ട്. നിങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു ഇറങ്ങി. ലാസ്റ്റ് ഏതാ കണ്ട് കല്യാണത്തിന് വന്നേ. ശരി നാലിട്ടോ. അങ്ങനെ ഉച്ചയായി, ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള ഒരുങ്ങുക. ഫുഡ് ഏതെന്ന് പിടിക്ക്. ഇതാ കറി. ഹോട്ടലിൽ കയറാൻ മേടിച്ചിട്ട് ഞങ്ങൾ എന്തായാലും വൈകുന്നേരം വരെ ചുറ്റിക്കറങ്ങല. ഇഷ്ടം പോലെ വെള്ളം. പ്ലേറ്റ് എടു പോയി, പ്ലേറ്റ് വേണ്ടേ? ആയിനാ കഹാമിന്ന് പണ്ട് ഞാൻ പഠിപ്പിച്ച് ഓർമ്മയുണ്ട് കേട്ടോ. നാക്കുമ്മേന്നൊക്കെ പറഞ്ഞ ഇങ്ങോട്ട്. ഞാൻ ചോറൊക്കെ റെഡിയാക്കി 3 പ്ലേറ്റാണ് എടുത്തത്. ഞങ്ങൾ 2 ഹുദയും പിന്നെ ഒരാൾ എക്സ്ട്രാ വന്നത് കൊണ്ട് ഞാനിതാ കാസറോളിനകത്ത് നിന്ന്. നമ്മൾ ഇങ്ങനെയൊക്കെ മതിയല്ലോ അല്ലേ, അതിഥിയെ നമ്മൾ സ്വീകരിക്കേണ്ടി. വെട്ടി നല്ല അലങ്കാരാക്കി വെച്ചത്. ഇതിൻ്റെ പേര് ഇവിടെ എഴുതി വെച്ചാൽ ഗോൾഡൻ സിപ്രസ് എന്നാ. ഇവിടെ ഇതാ കണ്ടില്ലേ, കണ്ടോ ചെണ്ടുമല്ലി. ചെണ്ടുമല്ലിൻ്റെ ചെറിയ രൂപം തോന്നുന്നുണ്ടല്ലേ, കുറ്റിയാക്കി വെച്ചിട്ട് എന്തൊരു അങ്ങോളുണ്ട്. എൻ്റെ മെലസ്റ്റോമ നോക്ക്, ഇവിടെ പൂക്കളുണ്ട് കേട്ടോ. എൻ്റെത് കുറേ പോയി. എൻ്റെ നേരത്തെ 2 തരതാ. അപ്പുറത്ത് നേരിയതാ അപ്പുറത്ത്. ഈ മെലസ്റ്റോമൻ്റെ തളിര് കൊണ്ടുപോയി നട്ടാൽ ഉണ്ടാവും കേട്ടോ. ഞാൻ എപ്പം പറയലുണ്ട്. അങ്ങോളുണ്ട് റൗണ്ടിൽ. എന്താ ഡാം ഇവിടുന്ന് നോക്കിയാൽ കാണുമല്ലോ അങ്ങില്ലേ. നോക്ക് മെലസ്റ്റോമ ഇവിടെ. ഈ വരി ഫുള്ള് മെലസ്റ്റോമയാ. ഇല്ല കണ്ടോ, നേരിയ ലീഫാ. പറഞ്ഞിട്ട് കാര്യമില്ല, കട്ട പിടിച്ച് നിൽക്കുമ്പോൾ നല്ലൊരു കളറും ഭംഗിയും. ഇതിൻ്റെ പേര് ഇപ്പോൾ ഇവിടെ എഴുതി വെച്ച് കാണുന്നില്ല. ഇതൊക്കെ എൻ്റെ അടുത്തുണ്ട്. ഇനി വെള്ളപ്പൂവൊക്കെ പോയി. ഒന്നൊന്നുമല്ല, പലതരം കളറുണ്ട് കേട്ടോ. ഇതിങ്ങനെ ലൈനിലായിട്ട് കേട്ടോ, ലൈനായിട്ടാ രസം. 2 നേരം നനക്കുന്നുണ്ടാവൂലേ, അല്ലാതെ നോക്ക് ഇപ്പം നനവാ മൊത്തത്തിൽ. നോക്ക് ഇത് നോക്ക്, തെച്ചി തൊടാൻ പാടില്ല. അത് നമുക്ക് ഇങ്ങനെ കാണാൻ ആസ്വദിക്കാൻ വേണ്ടി വെച്ചതാ, തൊടുന്നില്ല തെച്ചിയൊക്കെ. അത് ശരി, ചെണ്ടുമല്ലി ഇപ്പോഴും ഉണ്ടാവൂലേ? എൻ്റെതൊക്കെ പോയി, 2ാമത് തുടങ്ങണോ? നോക്കിയാ ചെണ്ടുമല്ലിൻ്റെ ഒക്കെ ഭംഗി. ഉണ്ടോ ഇത്? ഒന്നാമത് കുറ്റിയാവാൻ കാരണം ചുറ്റും മരങ്ങളില്ല. അതന്നെ നല്ലൊരു മരങ്ങളുമില്ല, നല്ല വെയിലും. അതുകൊണ്ട് അത് പൊങ്ങാത്തത്. പരന്ന് നല്ല ശാഖകൾ ഉണ്ടായിട്ട് പൂവുണ്ട്. എന്തൊരു ഭംഗിയാ. ഇതിനെ വിത്ത് ചോദിച്ചു നോക്കണം. അങ്ങോളുണ്ട് കേട്ടോ. അതാ അങ്ങോളം പിടിച്ചാലാ നല്ലൊരു കളറാ. ഇത് വേറൊരു തരം പൂവാ, പക്ഷെ കളർഫുള്ളാ. കളറ് കണ്ട നമ്മൾ നിന്ന് പോവുക. മഞ്ഞുണ്ട്, ഓറഞ്ച് ഉണ്ട്, കട്ട ചോപ്പുണ്ട്. ഇത് അങ്ങോളുണ്ട്. ഇത് നിറച്ചങ്ങ് പിടിപ്പിച്ച നല്ല ഭംഗിയാ. ഒരു സൈസ് പൂക്കൾ നല്ല ഭംഗിയാണ്. നിലത്ത് പടർന്നുകൊണ്ടുണ്ടായത്. ഇതാ കൊങ്ങിണി തന്നെ ഈ റോഡ് സൈഡിലൊക്കെ ഉണ്ടാകുന്നത് അല്ലേ? ആണ്, പലതരം കളറിലുള്ള ഉണ്ടാവും. അതാണ് ഞങ്ങളെ വയനാടിൻ്റെ സൗന്ദര്യം. എന്താ ഭംഗി. എവിടെ നോക്കിയാലും പൂക്കൾ, എവിടെ നോക്കിയാലും പച്ചപ്പ്. കണ്ണെടുക്കാൻ നോക്കി നിൽക്കുക എല്ലാവരും. ഇഷ്ടം പോലെ ആൾ കാണാൻ വരുന്നുണ്ട്. വയനാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇത്. കണ്ണിന് കുളിർമ. എന്തെന്നാ ഇതിന് പറയാ? ഇതൊരു ഓറഞ്ച് അല്ലേ, അത് കട്ടച്ചോപ്പ്. പലയൊക്കെ വെയിലും വേണം, നല്ല സ്ഥലവും വേണം. ഞാന് കാരാപ്പുഴ വന്നപ്പോ 2ാമത്തെ ടീമാട്ടോ എന്നെ പരിചയപ്പെടുന്നത്.
നിങ്ങൾ എവിടുന്നാ വരുന്നേ? കൊടുങ്ങല്ലൂര് അല്ലേ? ഞങ്ങൾ വയനാട്ടുകാർ തന്നെയാ. അപ്പൊ ഞങ്ങള് കുതിരയും കൊണ്ട് എന്താ സാർ കാണുന്ന ഇവിടുന്ന് പരിചയപ്പെട്ടത്. നിങ്ങൾ പൂപ്പലി കാണാൻ പോയോ? അത് അങ്ങ് അമ്പലവയൽ ഭാഗത്ത്. ഇവിടെ വന്നുള്ളൂ അല്ലേ? അപ്പൊ രണ്ടാമത്തെ ടീമാട്ടോ. അല്ലല്ല, ഹസ്ബൻഡ് ഉണ്ടാ വരലില്ല, ഞാൻ മാത്ര. എന്റെ മരുമോളാണ്. ആണോ? ഇന്ന് ആലോചിച്ചു പോലെ ചെടി കണ്ടപ്പോ എന്നെ ആലോചിച്ചു. താങ്ക്സ് കേട്ടോ. നിങ്ങൾ ഇവിടെ ഒക്കെ കണ്ടോ? ഇഷ്ടപ്പെട്ടോ? എന്നാ ശരി കേട്ടോ. അസ്സലാമു അലൈക്കും. കണ്ടോ ഈ ചെടി? എന്തൊരു ഭംഗി. അതിന്റെ പേര് ലോറോ പറ്റില്ല നാട് എഴുതി വെച്ച് കണ്ട് വായിച്ചതാട്ടോ. നോക്ക് ഇതിന്റെ ഭംഗി. ഇത് കട്ട് ചെയ്ത് കൊടുത്താൽ ചെറിയ പൂക്കൾ വരുന്നു കേട്ടോ. നിറയെ പൂക്കളുള്ളത് കൊണ്ട് നല്ലൊരു ഭംഗി. ചീരല്ലത്? എന്ത് കറി വെക്കുന്നതല്ല? ചെടിച്ചീര അല്ലേ? നിങ്ങക്ക് ഈ കൊടക്ക് ഇതില്ല, കാലില്ലല്ലേ? നല്ല സുഖ. മഴയത്തും വെയിലത്തും ഒക്കെ അല്ലേ? നോക്കൂതേ, ഇതിങ്ങനെ അങ്ങിട്ടു. നല്ല എന്താ നിങ്ങൾക്ക് ഇവിടെ തരുന്നതാ? നിങ്ങൾ വാങ്ങണല്ലേ? ഇത് എവിടുന്നാ കിട്ടുക? അത് എത്ര അതിന്? എടുക്കുന്നുണ്ട്. കണ്ടോ ഒരു പ്രത്യേകതരം പൂസീനിയനല്ലത്? ഇങ്ങനത്തെ കളർ ആദ്യമായിട്ടല്ലേ നമ്മൾ കാണുന്നത്? സൂപ്പർ കളർ. ഇതൊക്കെ തൊടാൻ പാടില്ല, ഇതൊക്കെ അലങ്കാരത്തിന്. ആൾക്കാർ വരുമ്പോൾ കാണാൻ നമ്മൾ ടച്ച് ചെയ്യാനൊന്നും പാടില്ല. പക്ഷെ മൂപ്പത്തി ഇതൊക്കെ ഉണ്ട്, എടുക്കുന്നില്ല. പുഴയിലൂടെ ഇങ്ങനെ നടക്കുക, ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം ഉണ്ടാക്കി വൈകുന്നേരം ആകുക, ദിവസം അതന്നെ. ഒന്ന് പുറത്തിറങ്ങുക, എല്ലാവരും ഒന്ന് പുറത്തിറങ്ങി നോക്കി. നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. നല്ല അടിപൊളി പൂക്കൾ. ഇതിന് ഡിസംബറിൽ മാത്രം അതൊന്ന് തൊട്ടാണ് ഇതിന് കളർഫുൾ ആവുക. കളർ എന്താ മനസ്സിലാകുന്നില്ല കേട്ടോ. നല്ലൊരു ഓറഞ്ച് പൂ അതിൽ ഇവിടെ ഒക്കെ ഉണ്ട്. സീനിയല്ലല്ലോ, സീനിയല്ലേ? സീനിയാന്നൊക്കെ ഞാൻ ഇവിടുന്ന് പഠിക്കുക, കുറേ എണ്ണം പഠിക്കാണ്ട് ഇവിടെ വന്നാൽ. പേരെഴുതി വെച്ചാൽ പെട്ടെന്ന് പഠിക്കും. വലിയ പറഞ്ഞിട്ട് കാര്യമല്ല, കാഴ്ചക്ക് ഭയങ്കര ഭംഗി. നമ്മളെ വീട്ടിൽ ഓരോ പൂച്ചട്ടിയിലുള്ള പോലെ അല്ല ഇവിടുത്തെ കാഴ്ച കേട്ടോ. ഇവിടെ ഇത് ഡെയ്സി ആണോ? ഇതാണോ വെള്ള ഡെയ്സി? ഉദേ, ഇതാ വെള്ള ഡെയ്സിൻ്റെ വയലറ്റ് പോലത്തത്. ഇതാ പഠിച്ചോനെ, എനിക്ക് അധികം പൂക്കൾ ഉണ്ടായത് ഡെയ്സി. ഇങ്ങനെ കുറ്റിയാക്കുക അല്ലേ? ഞാൻ കണ്ടു, ഓരോരുത്തർ കമൻ്റ് ഇടിയിരുന്നു എന്നോട്, വെള്ളുണ്ട്. ഞാൻ ഇപ്പം വെള്ള കാണുന്നത്. എൻ്റെ വയലറ്റ് ഇതിന് ഉഷാറല്ലേ? അത് വേറെ വെള്ള വയലറ്റ് വെച്ചില്ലേ? ഇതങ്ങ് അടിപൊളിയാക്കിയാലേ. ഇത് നമ്മള് ചെറുത് കുറ്റി ആക്കി കഴിഞ്ഞാൽ എല്ലാത്തിനും കുറ്റിച്ചെടി പോലെ ആക്കുന്ന ഭംഗി. ഇത് പല കളറുള്ള ഓരോ ചെടികൾ അലങ്കരിച്ച് വെച്ചിട്ട് ഈ ഷേപ്പ് എന്താന്ന് മനസ്സിലായോ? ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇതാ കണ്ണ്, പുരികം, മുടി, മൂക്ക്, ഒരു മുഖം, ഇങ്ങനെ പിടിച്ചൊരു മുഖം. അടിപൊളിയല്ലേ? അടിപൊളിയാ. എന്താ അവിടെ ഒക്കെ ഓരോ ഷേപ്പുകളുണ്ട്. ഗുണ്ടിൽപേട്ടയ്ക്കൊക്കെ ഒന്നും പോകണ്ട, നമ്മളെ വയനാട്ടിൽ ഇവിടെ തന്നെ ഉണ്ട്. കളർഫുള്ളാ. ഇവിടെയാണ് റോസ് ഗാർഡൻ ഉണ്ടായത്. നോക്ക് എന്തൊരു ഭംഗിയാണോ, അടിപൊളി. നിറയെ ഈ ഭാഗം ഫുൾ റോസ് ഗാർഡനാ. ഞങ്ങള് ഇവിടെ കാരാപ്പുഴ വന്ന് നോക്കുമ്പോൾ അത് 3ാമത്തെ ടീമാട്ടോ. എൻ്റെ പരിചയം, എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരാ. നിങ്ങൾ കാണലുണ്ടോ സ്ഥിരമായിട്ട്? കൃഷിയെ ഇഷ്ടപ്പെടുന്നവരാണല്ലോ എൻ്റെ ചാനൽ കാണുക.
അപ്പൊ എനിക്ക് ഇവിടെ വന്ന മൂന്നാമത്തെ ആൾക്കാരെ കണ്ടുപിട്ടിയ എൻ്റെ കുടുംബത്തിൽപ്പെട്ടവരില്ലേ. അടിപൊളിയായി കേട്ടോ. പിന്നെ ആരൊക്കെ ഉണ്ട്? ഞങ്ങൾ രണ്ടുപേരും മാത്രമേ. ഒരു ചെടിയുമ്പം തന്നെ പല കളറിലുണ്ടോ? ഇല്ല അല്ലേ, പല കളറുള്ള ചെടി അടുത്തടുത്ത് പിടിപ്പിച്ചതാ. അങ്ങനെയാ അത്. പൂപ്പാടം, പൂപ്പാടം തന്നെ പറയാ. അങ്ങുള്ളത് കേട്ടോ നമ്മളെ ഡാം. പിന്നെ കയറി വരുന്ന എൻട്രി ഒക്കെ അവിടെയാ. നമ്മൾക്ക് വേണ്ടാന്ന് വിചാരിച്ച് വലിച്ചെറിയുന്ന ചെടികൾ ഇവിടെ അങ്ങോട്ടേക്ക് അലങ്കരിച്ച് വെച്ച് വെക്കുമ്പോൾ ഭയങ്കര ഭംഗി. അത് കാണാൻ കാട്ടുപന്നി, കാട്ടുപന്നിൻ്റെ തല അലങ്കാരമായിട്ട് ഇവിടെ ഇങ്ങനെ പിടിച്ചിരിക്കുകയൊക്കെ ചെയ്യാം. ഒക്കെ ഈ ഇവിടെ ഉള്ളതാ അലങ്കാരങ്ങൾ. നടന്ന് നടന്ന് കാഴ്ചകൾ കണ്ട് തളർന്നു. അത്രമാത്രം കാണാനുണ്ട് നിനക്ക്. പക്ഷേ ശരീരം തളർന്നെങ്കിലും മനസ്സ് തളർന്നില്ല. ഇനിയും കാണണം കാണണം എന്ന് തന്നെ തോന്നുക. വെള്ള ചെണ്ടുമല്ലിയോ? ഞാൻ വെള്ള ചെണ്ടുമല്ലി ഉണ്ടാക്കി. അവിടെ ഇരിക്കാൻ റെസ്റ്റ് ചെയ്യാനൊക്കെ നല്ലൊരു കസേരയൊക്കെ ഉണ്ട്, ഇതുപോലെ ഉണ്ടാക്കി വെച്ച്. ചെടികളും ഉണ്ട് കേട്ടോ ഇവിടെ ഒക്കെ. പൈപ്പിൽ ചെടി ഫിറ്റാക്കി വെച്ചിട്ട് നമുക്ക് കുറേ ഐഡിയകൾ കിട്ടും ഇവിടെ വന്നാൽ. ഇതാ അല്ല അടിപൊളി. ഇങ്ങനെ ഇറങ്ങാൻ ഫുൾ കാഴ്ചകളാണ്, കാഴ്ചകളേ ഉള്ളൂ. എന്താ ഒരു ഭാഗത്ത് നെല്ല് ഞാറ് നട്ട പോലെ പൂച്ചെടികൾ നട്ടു. ഞാൻ കുറേ ഐഡിയ പഠിച്ചിട്ടുണ്ട്. ഞാൻ കുറേ ചെടികളും വാങ്ങും, നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇത് ബോഗൺവില്ല ഇങ്ങനെ റൗണ്ടാക്കി വരിക, അതാണിത്. റൗണ്ടാക്കി വന്നാൽ പൂക്കൾ ഇങ്ങനെ റൗണ്ട് പോലെ വരും. അതാ അതിങ്ങനെ ചുറ്റി ചുറ്റി ചുറ്റിയാണ് വരുന്നത് കേട്ടോ. തുടക്കം മുതൽ വേണം ഇത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ വളച്ച് വെച്ചാൽ ഇവിടെ നിന്നൊക്കെ തളിര് വരും. അതിൻ്റെ ഉദാഹരണമാണ് ഇത്. ആ തളിര് വരുന്നത് കണ്ടോ? ആ തളിര് പൂവായി മാറും. മുഖം ഇത് ഞാൻ വീട്ടിൽ വളർത്തിയിട്ടുണ്ട്. ഒറ്റ ചെടിയാ. ഇവിടെ വന്ന് നോക്കുമ്പോൾ അറിയുന്നത് ഇത്ര അധികം പിടിപ്പിച്ചാലേ ഇതിന് ഈ ഭംഗി വരുള്ളൂ കേട്ടോ. അതാ ഇതന്നെ ഞാൻ പിടിപ്പിച്ചത്. മഞ്ഞപ്പൂവ് ഇതാ നിറയെ തയ്യൊക്കെ ഉണ്ടാവും ഇതിൽ. ഇപ്പൊ കുറേ കാഴ്ചകൾ കണ്ടില്ലേ? കാരാപ്പുഴ കാണാത്തവർ കണ്ട പോലെ ഞാൻ ആക്കി തന്നില്ലേ? പിന്നെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കുറേ ചങ്കുകളെയും നിങ്ങൾ കണ്ടില്ലേ ഇവിടെ വന്ന് പരിചയപ്പെട്ടതല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.